ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ പ്രാരംഭമായി ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് 2-3 ആഴ്ചയായി നിങ്ങളുടെ അടുക്കൽ ഈ ഓഡിയോ എത്തിയിട്ട് ഞാൻ പൊതുവെ ഇത്തിരി തിരക്കിലായിരുന്നതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ ഈ നാളുകളിൽ ചിന്തിക്കുന്നത് പോലെ കർത്താവുമായി എങ്ങനെ ഒരു നല്ല ബന്ധത്തിൽ ഏർപ്പെടാം, കർത്താവിൻ്റെ ശബ്ദം എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ഒരു സീരീസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി ഇത് നേരിട്ട് കണ്ട് സംസാരിക്കുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ അടുക്കലേക്ക് എത്തുമ്പോൾ ഓഡിയോ എത്രത്തോളം ഫലവത്താകും എന്നെനിക്കറിയത്തില്ല. എല്ലാത്തിനെയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ്റെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. കർത്താവ് തന്നെ നമ്മളെ നടത്തുകയും നമ്മളെ ബലപ്പെടുത്തുകയും നമ്മളെ ആനന്ദത്തോടെ നടത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ക്രിസ്തുവിൽ ഓർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു വിഷയം, നമ്മളെല്ലാവരും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നടക്കുന്നവരാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യാറുണ്ട്, ഉപവസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ആരാധിക്കാറുണ്ട്. എല്ലാം ചെയ്യുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അത് ഏത് മതത്തിലായാലും ദൈവത്തെ പ്രസാദിപ്പിച്ച് എന്നോട് ദൈവത്തിന് പ്രസാദം തോന്നണം എന്നുള്ള ഒരു തത്വത്തിലാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനെ മുതലാക്കുന്ന ഒരുപാട് പുരോഹിതന്മാരും ശുശ്രൂഷകന്മാരും പൂജാരിമാരും ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരുടെയും ആയുധം, മതത്തിൻ്റെ ആയുധം ദൈവത്തെ പ്രസാദിപ്പിക്കുക, എന്നിട്ട് അവരുടെ കീശ നിറയ്ക്കുക എന്നതാണ്. ഞാനിത് പറയുന്നത് കൊണ്ട് മറ്റുള്ളവർ കുറ്റം പറയുന്നതെന്ന് ചിന്തിക്കരുത്. ഇതാണ് യഥാർത്ഥ സത്യം. തിരുവെഴുത്തിൽ ഒരു ഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹെബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടോ എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ. ഈ വാക്യം വെച്ചാണ് എല്ലാ പേരും പറയുന്നത് ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മളൊരു വലിയ ഒരു ബ്ലണ്ടറിലേക്ക് പോകുന്നത് കൊണ്ടാണ്, നമ്മൾ ഭക്തിയുടെ വേറൊരു ബ്ലണ്ടറിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റാത്തത് അല്ലെങ്കിൽ കഴിയാത്തത്. പഴയ നിയമത്തിൽ മോസസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കൽ ദൈവം വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചിന്തിക്കേണ്ടതുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അവിടെ മോശയോട് പറയുകയാണ്, മോസസേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. നീ എന്ത് ചെയ്യണം? നിന്റെ ചെരുപ്പ് പുറത്തഴിച്ചു വയ്ക്കണം. സത്യം പറഞ്ഞാൽ ചെരുപ്പ് മാത്രമല്ല, തൻ്റെ വടിയും പുറത്തു വയ്ക്കണം എന്നതാണ് സത്യം. കാരണം നീ ഇന്ന് വരെ നടന്നതും നീ ചിന്തിച്ചതും നീ പഠിച്ചതും നിൻ്റെ കയ്യിലുള്ള ദൈവം എന്ന കൺസെപ്റ്റിനെ നീ പുറത്തു വയ്ക്കണമെന്നാണ് പറഞ്ഞത്. കാരണം ഈ ചെരുപ്പ്, ഈ വടിയും യഥാർത്ഥത്തിൽ അവരുടെ ദേവനായ യഹോവ എന്ന ദൈവം പേര് കൊടുക്കുന്നതിന് മുമ്പേ ദേവനായി തീർന്ന അവരുടെ മോസസിൻ്റെ മിദ്യാൻ്റെ ദേവനായ യഹോവയ്ക്ക് കാഴ്ചവെച്ചിരുന്നതാണ് എന്നതാണ് സത്യം. നിങ്ങൾ മിദ്യാൻസ് അല്ലെങ്കിൽ മിഡിയാൻസിൻ്റെ ദൈവത്തെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാം, യാഹുവെ എന്നാണ് അർത്ഥം. മോസസിന് ഇസ്രായേൽ മക്കളുടെ ഇടയ്ക്ക് ചെന്നപ്പോൾ ഫറവോന് ആയിരക്കണക്കിന് ദേവന്മാരുണ്ട്, ഞങ്ങളുടെ ദൈവത്തിന് പേരില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് താനിട്ട പേരാണ് യാഹുവെ. യഹോവ എന്ന വാക്ക് വേറെ ദൈവം കൊടുത്തതല്ല. യഹോവ എന്ന വാക്ക് ദൈവം രക്ഷയാകുന്നു എന്ന വാക്കിൽ നിന്നെടുത്ത ഹീബ്രു വേർഡാണ്. യഥാർത്ഥത്തിൽ ഈ വാക്ക് മോസസിൻ്റെ ദേവൻ്റെ പേരാണ്, മോസസിൻ്റെ അല്ല, മിഥ്യാൻസിൻ്റെ. അപ്പോൾ തൻ്റെ വടിയും തൻ്റെ കാലടികൾ ഇടറാതിരിക്കാനായുള്ള കാലിൽ ഇടാനുള്ള ചെരുപ്പും, തുകൽ ചെരുപ്പും, തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വടി, അതുകൊണ്ടായി വടി പാമ്പായി തീർന്നത്. വടിയും
യഥാർത്ഥത്തിൽ അവരുടെ ദേവനായ യാഹുവയ്ക്ക് കൊടുത്തിരുന്നതാണ് എന്നതാണ് സത്യം. ഞാൻ ആ വിഷയം വിടുന്നു. അപ്പോൾ നീ ഇതെല്ലാം പുറത്തു വെച്ചിട്ട് വേണം എൻ്റെ അടുക്കൽ വരാൻ. ഞാൻ പറയട്ടെ, നിങ്ങൾ പഠിച്ചതും നിങ്ങൾ കേട്ടതും നിങ്ങൾ കണ്ടതും നിങ്ങൾ തലകുത്തി ചിന്തിച്ചതുമായിട്ടുള്ള എല്ലാ ബേർഡൻസും, നിങ്ങളുടെ തിരുവെഴുത്തിൻ്റെ അറിവും, നിങ്ങളുടെ ആരാധനയുടെ അറിവും, ബൈബിളിലെ അറിവും എല്ലാം അടുത്ത് വെച്ചിട്ട് വേണം ദൈവത്തിനടുക്കൽ വരാൻ. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിയും എന്നാണ് വാക്യം. ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആടായി തീരണം. ദൈവത്തിൻ്റെ ആടായി തീരണമെങ്കിൽ മതത്തിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്ന് വേർപെട്ട് പോകണം എന്നർത്ഥം. ഞാൻ വായിച്ച വാക്യത്തിൽ ഇങ്ങനൊരു വേർഡ് ഹിബ്രു ലേഖനം 11:6 കൊടുത്തിട്ടുണ്ട്. അതിങ്ങനാണ്: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഒരുപാട് പേർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഉരുളി കമത്തുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ചിലർക്കൊക്കെ അതിന് ഫലം കിട്ടുന്നുണ്ട്. കാരണം അവർ വെച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു കാര്യത്തിനുള്ള അമിതമായ വിശ്വാസം കൊണ്ട് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റാണത്. കാരണം മനുഷ്യന് ദൈവം ഉണ്ടായിരിക്കുന്നത് ക്രിയേറ്ററായിട്ടാണ്. ക്രിയേറ്റർ ആയ മനുഷ്യൻ ഇത് ഉണ്ടാക്കുന്ന സമയം ക്രിയേഷനായ ദൈവം ക്രിയേറ്ററായ മനുഷ്യന് സകല അധികാരം കൊടുത്ത് ക്രിയേറ്ററാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ വീട് നിർമ്മിക്കുന്നത്, പുതിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്, ഫ്ലൈറ്റ് നിർമ്മിക്കുന്നത്, റോഡുകൾ നിർമ്മിക്കുന്നത്. പുതിയതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ മനുഷ്യനാണ് ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത ഒരു ദൈവത്തിൻ്റെ മുമ്പേ, അവൻ ക്രിയേറ്റ് ചെയ്ത വിശ്വാസത്തിന് മുമ്പേ അവൻ കൽപ്പിച്ച് പറയുന്നത് സംഭവിച്ചു വരുന്നതാണ് പലതും നമ്മൾ കാണുന്ന അത്ഭുതങ്ങൾ എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അവനൊരു ക്രിയേറ്റർ ആയതുകൊണ്ട് അവൻ പറയുന്നത് സംഭവിക്കും. വിശ്വാസം എന്ന് പറയുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് ആദ്യം ഓർമ്മ വേണം. ഞാൻ പറഞ്ഞു, മോസസിൻ്റെ സകലതും പുറത്ത് വെച്ചിട്ട് വേണം ദൈവത്തിനടുക്കൽ വരാൻ. നമ്മൾ പഠിച്ച വിശ്വാസം, പാസ്റ്റർമാർ പഠിപ്പിച്ചത്, ലോകം പഠിപ്പിച്ചത്, നമ്മൾ വായിച്ചു വന്ന അറിവ്, ഇതൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ട് ദൈവത്തിനടുക്കൽ വരണം. എങ്കിലേ ദൈവശബ്ദം തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? എൻ്റെ ചോദ്യം അതാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ പ്രസാദിച്ച ദൈവം നിങ്ങളെ പ്രസാദിക്കുമോ? അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന് മുമ്പേ ജീവിച്ചിരുന്നവരും യേശുക്രിസ്തുവിന് പിമ്പേ ജീവിച്ചവരിലും ദൈവം പ്രസാദിക്കണ്ടയോ? ഞങ്ങളെയൊക്കെ വിശ്വാസഗോളത്തിൽ നിന്നപ്പോൾ, ക്രിസ്ത്യൻ വിശ്വാസഗോളത്തിൻ്റെ എക്സ്ട്രീം പൊസിഷനിൽ ചെന്ന് ഞങ്ങൾ നിന്നപ്പോൾ, ഒത്തിരി പേർ പള്ളിയിൽ പാവിരിക്കുന്നത് ദൈവത്തോട് പ്രസാദിപ്പിക്കാം, പള്ളിയിലെ കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാം, നിങ്ങൾ മീറ്റിങ്ങുകൾക്കും കൺവെൻഷനുകൾക്കും പോയി നിങ്ങളുടെ ജീവിതത്തെ സാക്രിഫൈസ് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം, നിങ്ങളുടെ ലൈഫ് മുഴുവൻ സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ എന്നോട് പറഞ്ഞിട്ടുള്ള ദൈവാസന്മാരുണ്ട്. ഞാനൊരു നല്ല പ്രസ്ഥാനത്തിൽ നല്ലൊരു ശുശ്രൂഷകനായി നിന്ന സമയത്ത് എന്നോട് പറഞ്ഞ ദൈവദാസന്മാർ, നീ നിൻ്റെ പഠിത്തം വിദ്യാഭ്യാസം കളഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങി കർത്താവ് നിന്നെ മാനിക്കുമെന്ന്. മണ്ടനായ ഞാൻ ആ അമിതമായ ഭക്തിയും വിശ്വാസവുമുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന MBAയുടെ കോഴ്സ് പകുതിയിൽ വെച്ച് കളഞ്ഞിട്ട്, 3-ാം കൊല്ലം കളഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പിറകെ പോയി. ഇന്നും സത്യം പറഞ്ഞാൽ വളരെ ദുഃഖമുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെല്ലാം അവർ സ്റ്റേറ്റ്സുകളിൽ പഠിപ്പിക്കാൻ വിട്ടു. മറ്റുള്ളവരെല്ലാം പരാജിതരാകണം എന്നുള്ള ചിന്താഗതി അവർക്കുണ്ടായിരുന്നു. എന്തോ ദൈവം അവരോട് സംസാരിക്കട്ടെ. അപ്പോൾ അങ്ങനൊരു കാര്യം, നമ്മളെ ഇന്നതൊക്കെ ചെയ്താൽ പ്രസാദിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ യഹൂദൻ്റെ കൾച്ചറാണ്. യഹൂദനാണ് പഠിപ്പിക്കുന്നത്, ഇന്നതൊക്കെ ചെയ്താൽ ദൈവം നിന്നെ പ്രസാദിക്കും. യാഗം പോലും അതിൻ്റെ ഒരു ഭാഗമാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഭൂമിയിലൊരു മനുഷ്യർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലോട്ട് വന്നത്. ഭൂമിയിലൊരു മനുഷ്യർക്ക് പറ്റാത്ത സാധനത്തെ യേശുക്രിസ്തു പ്രസാദിപ്പിച്ചെങ്കിൽ പിന്നെ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റുമോ? പലരും പ്രസംഗിക്കാറുണ്ട്, യേശുക്രിസ്തു പ്രസാദിപ്പിച്ചതുകൊണ്ട് നമുക്കും പ്രസാദിപ്പിക്കാൻ പറ്റും, നമ്മളവൻ്റെ മക്കളാണ്. ഒരു പുണ്ണാക്കുമല്ല. ഞാൻ തുറന്നു പറയാം, ദൈവം ചെയ്ത് തൻ്റെ പുത്രനിൽ കൂടെ തികച്ച ഒരു പ്രവൃത്തിയെ നമുക്കൊരിക്കലും തികയ്ക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കാൻ പറ്റുമോ?
നമ്മൾ പറയും നമ്മൾ വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ് നിൽക്കുന്നത്. ഒന്നുമല്ല. നമുക്ക് ഒരു കാര്യം ഒരു മണിക്കൂറിൽ കൂടുതൽ വിശ്വസിക്കാൻ പറ്റത്തില്ല.